ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ അടുത്ത എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ കാണിക്കുന്നത് നമുക്ക് ആദിമ മനുഷ്യർ എന്ന് വെച്ചാൽ ആൻഷ്യൻ പീപ്പിളുടെ കഥയാണ് പറഞ്ഞിരുന്നത്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ള സാധാരണ മനുഷ്യന്മാർക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന് ആൻഷ്യൻ പീപ്പിൾ ജീവിച്ചിരുന്നു. അവർക്കാണെങ്കിൽ കുറേ എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ടായിരുന്നു. പറക്കാനുള്ള കഴിവ്, ചിലവർക്ക് ഇൻവിസിബിൾ ആവാനുള്ള കഴിവ്, അങ്ങനെ പല രീതിക്കുള്ള കഴിവുകൾ ഇപ്പോൾ നമ്മൾ നാനിനെ കണ്ടില്ല, അതുപോലെ പല കഴിവുകളുള്ള ആൻഷ്യൻ പീപ്പിൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയത്ത് ഒരു ഡിസാസ്റ്റർ വന്നപ്പോൾ കുറേ ജനങ്ങൾ അതിന് മരിച്ചുപോയി. അതിൽ കുറച്ച് പേര് രക്ഷപ്പെട്ടവർ ഭൂമിക്ക് അടിയിൽ വന്നിട്ട് താമസം തുടങ്ങി. അങ്ങനെ കുറേ വർഷങ്ങൾ, 10,000 വർഷങ്ങളൊക്കെ അവർ താമസിച്ചതിന് ശേഷം മുകളിലോട്ട് വന്നു നോക്കുന്ന സമയത്ത് മനസ്സിലായത് നമ്മുടെ ഇപ്പോഴത്തെ രൂപത്തിലുള്ള മനുഷ്യന്മാർ ആദ്യം തൊട്ട് ഓരോരോ സിവിലൈസേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു, തീ കത്തിക്കാൻ തുടങ്ങുന്നു, അതുപോലെ തന്നെ കല്ലിൽ നിന്നും ടൂൾസൊക്കെ ഉണ്ടാക്കത്തില്ല, അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അത് കാണുന്ന സമയത്ത് ആൻഷ്യൻ പീപ്പിളിന് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയായിരുന്നതുകൊണ്ട് അവരിവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി, ഇവരുടെ ഇടയിൽ കയറി ജീവിക്കാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ തന്നെ ജനങ്ങൾക്ക് വന്നിട്ട് ഇവരുടെ കയ്യിൽ ഇത്രയും പവേഴ്സ്, എക്സ്ട്രാ ഓർഡിനറി പവേഴ്സ് ഉണ്ട്, നമ്മുടെ കയ്യിൽ അതില്ല. അപ്പോൾ ഇവരെ ഒരു ദൈവമായിട്ട് തന്നെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ചില ആളുകളാണെങ്കിൽ ആൻഷ്യൻ പീപ്പിൾസ് ഇതൊന്നും വേണ്ട, നമുക്ക് ആളുകളുടെ ഒന്നും ശ്രദ്ധ വേണ്ടെന്ന് പറഞ്ഞ് കാട്ടിലൊക്കെ താമസിക്കാൻ തുടങ്ങി. ചിലവരാണെങ്കിൽ ഇവർ ഇങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവമായിട്ടിരുന്ന് അങ്ങനെതായി. പക്ഷെ അങ്ങനെ ഇരിക്കെ ഇവരിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കില്ല. ഇത് അവിടെയുള്ളൊരു റൂളർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് സാധാരണ മനുഷ്യരും ആൻഷ്യൻ പീപ്പിളും തമ്മിൽ യുദ്ധം തുടങ്ങി. ആൻഷ്യൻ പീപ്പിളുടെ എണ്ണം കുറവായത് കൊണ്ട് തന്നെ ലാസ്റ്റ് വന്ന് സാധാരണ മനുഷ്യരാണ് ആ യുദ്ധത്തിൽ ജനിക്കുന്നത്. മാത്രമല്ല അത്രയും കാലം ദൈവമായി കണ്ടിരുന്ന അവരെ പിന്നെ ഡെവിളായിട്ടാണ് മറ്റുള്ളവർ കാണാനായിട്ട് മനുഷ്യന്മാർ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കണ്ണി കാണുന്ന എല്ലാ ആൻഷ്യൻ പീപ്പിളെയും കൊന്നൊടുക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇന്നും അവരെ കണ്ണിപ്പെടാതെ പല ആൻഷ്യൻ പീപ്പിളും നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു കഥ അവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നടന്നൊരു കാര്യം കാണിക്കുവാണ്. നമ്മുടെ നാനാണെങ്കിൽ പൂച്ചയ്ക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. ആ സമയത്ത് അവൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിൽ ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. ആ മനുഷ്യന് ഒരു ആൺകൊച്ച് പിറന്നു. അപ്പോൾ ആ ഒരു കൊച്ചിന് പേരിടാനായിട്ട് നാനിനെ വന്ന് കാണുമ്പോൾ ഞാൻ വന്ന് ആ കൊച്ചിന് ടൈപ്പിംഗ് എന്ന് പേര് കൊടുക്കുവാണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ചെറുക്കനൊക്കെ വളർന്ന് വലുതായിട്ട് ഇവൻ പിന്നെയും പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ പറയാം, ടൈപ്പിംഗ് നീ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. ആ സമയത്ത് ഒരു ലേഡി വന്നിട്ട് നമ്മൾ നാനെ നോക്കി ചോദിക്കുവാണ്, നിങ്ങൾക്ക് വന്ന് ലീ ചൂച്ചനെ അറിയാവോ എന്ന് ചോദിക്കുവാണ്. അവിടുത്തെ സീൻ കിട്ടാൻ നമ്മുടെ മോഡേൺ വേൾഡ് കാണിക്കുക. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഷിയ അതുപോലെ ഫ്രണ്ട് വേണ്ടി രണ്ടുപേരും ഉറങ്ങാമെന്ന് പറഞ്ഞ് റൂമിനകത്ത് കയറിയല്ലോ. അപ്പോൾ റൂമിനകത്ത് കയറി നോക്കുന്ന സമയത്ത് ഒരു ശവപ്പെട്ടി പോലൊരു സംഭവം കിടക്കുന്നു, മരം കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവർ നോക്കിയിട്ട് എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഷോക്കായി നിൽക്കുക. ആ സമയത്താണെങ്കിൽ അവരുടെ ചുമരിലൂടെ ഇവർ വാതിലൊക്കെ ലോക്ക് ചെയ്ത് വന്നെങ്കിൽ കൂടി ഞാൻ കടന്നു വരും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഷോക്കായി നോക്കുക. കാരണം ഇവർ വാതിലൊക്കെ കറക്റ്റ് ലോക്ക് ചെയ്തിട്ടല്ലോ വന്നേ. ഇവർ ഈ ചുമര് വഴി പാസ് ചെയ്ത് തോന്നില്ല. അപ്പോൾ ഫ്രണ്ട് പെണ്ണൊക്കെ ആകെ അതിശയം. അപ്പോൾ വന്നിട്ട് ഞാൻ പറയുവാണ്, ഞാനിങ്ങനെ ഇതിനകത്താണ് കിടന്നുറങ്ങുന്നത്, ഇതിനകത്താണെങ്കിൽ ഡസ്റ്റും കാര്യങ്ങളൊന്നും വരത്തില്ല, എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം, ഒരു ശല്യപ്പെടുത്തലൊന്നും വരത്തില്ലെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഇവൻ ഇത്ര ക്രേസി ആയിട്ട് സംസാരിക്കുന്ന രീതിക്കാണ് നോക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ഞാൻ പറയാം, കുഴപ്പമില്ല, നിങ്ങളിവിടെ സ്റ്റേ ചെയ്യല്ലേ, ഞാൻ പോയിട്ട് ഹോളിലെങ്ങാനും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു പോവാണ്. എന്നിട്ടാണെങ്കിൽ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഫ്രണ്ട് പെണ്ണ് ചോദിക്കുവാണ്, എടി ഷിയ, നീ വന്നിട്ട് റൂംമേറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, നിൻ്റെ ആ ഒരു ലോണൊക്കെ വന്നിട്ട് പാതി ഷെയർ ചെയ്യാനായിട്ട്, നീ നാനെ ആക്കുക, അവനാണെങ്കിൽ ഇവിടെ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പോൾ അവനെ ആക്കാൻ നോക്കുന്ന പറയുന്ന സമയത്ത് ഷിയ സമ്മതിക്കത്തില്ല. അപ്പോൾ ഫ്രണ്ട് പെണ്ണ് പറയുകയാണ്, നിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്ന് അറിയാമല്ലോ അവൻ്റെ സ്വഭാവം, അവൻ എന്തുവരെ നിനക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ ഒരു വൃത്തികെട്ടവനാ. ഇനിയാണെങ്കിൽ നിൻ്റെ മുമ്പത്തെ ഒരു ഹൗസ് ഓണർ, ഇവള് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്, അവരാണെങ്കിൽ എപ്പോഴും റെൻറ്റ് തരാൻ പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തി ചുമ്മാ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു പറയാം. ഇപ്പോഴാണെങ്കിൽ നീ ഇച്ചിരി സമാധാനത്തില്ല, അവൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് റെൻറ്റൊക്കെ മീൻസ് ആ ഒരു ലോണൊക്കെ ഇച്ചിരി കുറഞ്ഞു കിട്ടുന്നു, ഉപദേശിച്ചു കൊടുക്കുവാണ്. ഇന്ന് രാവിലെ ആണെങ്കിൽ പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ ഫ്രണ്ട് കൊണ്ട് പറഞ്ഞു, എന്തൊരു സ്മെല്ലെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഞാൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കാണുമല്ലോ, ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും ചെന്നിരിക്കുക. ഷിയ ആണെങ്കിൽ തലേന്നാണെങ്കിൽ പോലും ഇവൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് അവൾ ഇരുന്നെങ്കിൽ പോലും ഒരു പീസ് പോലും എടുത്ത് കഴിച്ച് കാണത്തില്ല. ദൈവമേ, പ്രേതമൊക്കെ ഉണ്ടാക്കിയത് നമ്മളെങ്ങനെ കഴിക്കാമെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ ഫ്രണ്ട് പെണ്ണ് അതൊന്നും ആലോചിക്കാതെ ആദ്യം ഒരു പീസ് എടുത്ത് കഴിച്ചു പോകുക. ടേസ്റ്റൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. എന്നിട്ട് ഷിയയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഷിയ ചോദിക്കടി, ഇത് പ്രേതം ഉണ്ടാക്കിയതാ, ഇങ്ങനെ വിശ്വസിച്ച് കഴിക്കുന്നു പറയുന്ന സമയത്ത് നീ കഴിക്കടി എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും അത് തുറന്ന് അവനോട് സമ്മതിക്കാൻ നമ്മുടെ ഷിയ റെഡി ആവുന്നില്ല കേട്ടോ. ആ സമയത്ത് അവൾ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുവാണ്. അവൾ ചെന്ന് തുറക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഓൾറെഡി ഷിയ വന്നിട്ട് പ്രേതത്തെ ഓടിക്കുന്ന ഒരു ലേഡിയെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഞാനെ ഓടിക്കാൻ വേണ്ടിയല്ല, ഞാൻ എന്തെങ്കിലും തീരാത്ത ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് അവളെ ആക്ച്വലി ആ ഒരു ലേഡി വിളിച്ചു വരുത്തിക്കുന്നത്. ആ ലേഡിയാണ് വരുന്ന സമയത്ത് ഇവളുടെ കൂടെ ഒരു ചെറുക്കനെ കണ്ട് ഇനി ആ ലേഡി തെറ്റിദ്ധരിക്കണമെന്ന് വെച്ചിട്ട് ഞാനാണെങ്കിൽ മറിഞ്ഞ് ഇൻവിസിബിളായി നിൽക്കുക കേട്ടോ. ആ ലേഡി വന്ന് ഹോളിലൊക്കെ വന്നിട്ട് കുറേ മന്ത്രവും അത് ഇതൊക്കെ ചൊല്ലിയിട്ട് പറയുകയാണ്, താണ്ട് ഈ റൂമിൽ എന്തോലും പ്രേതവും ഇല്ല, ഞാൻ അപ്പുറത്തെ റൂമിൽ നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ വന്ന് സ്വന്തം രൂപത്തേക്ക് വന്നിട്ട് പറയുകയാണ്,
അതാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളെന്ത് ഉടായ്പാണോ എന്ന് പറഞ്ഞിട്ട് അവൻ വരിക. അപ്പോൾ ഇവൻ പ്രേതമല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഒരു ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രമൊക്കെ എഴുതിയൊരു കടലാസ് എടുത്ത് അവൻ്റെ നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ട് കുറേ മന്ത്രമൊക്കെ പറയാം. ആ സമയത്തും നമ്മൾ ഒരു ഇല്യൂഷൻ പോലൊരു സംഭവം കാണാം. ആക്ച്വലി പണ്ട് കാലത്തും ആ ആൻഷ്യൻ പീപ്പിളുമായിട്ട് യുദ്ധത്തിൽ തോറ്റതിന് ശേഷം അവർ വന്നിട്ട് അവർ ഈവിൾ സ്പിരിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ മന്ത്രങ്ങളും കുറേ സംഭവം കലക്കി കൊടുക്കലും കുറേ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഇവന് മെമ്മറിയിൽ വന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അതേപോലെ ആ ലേഡി ആണെങ്കിൽ എന്തൊരു പേപ്പർ അവൻ കണ്ട പോലെ ഒരു ബോളിനകത്ത് കലക്കിയിട്ട് കൊടുക്കുകയാണ്, നിന്നെ ഈ ഒരു പ്രേതം ഹേർട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ നീ ഇത് കുടിക്കുന്ന പറഞ്ഞ് ഷിയയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ഷിയ പറയുവാണ് എന്നെ ഇവൻ ഇതുവരെ ഹേർട്ട് ചെയ്തിട്ടില്ലെന്നും. അതുകൊണ്ട് ഇവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ഞാൻ നോക്കുന്നത് ഇവന് മോക്ഷം കിട്ടാൻ വേണ്ടിയല്ല, അത് എന്നെ ഹേർട്ട് ചെയ്യുന്നതുകൊണ്ടല്ല എന്ന് പറയുന്ന സമയത്തും ഈ ഒരു ലേഡി ഇവൾക്ക് ഉപദേശിച്ച് കൊടുക്കുക, നീ പറയുന്ന പോലെയല്ല, പ്രേതങ്ങളൊന്നും കണ്ണുമുട്ടി വിശ്വസിക്കരുത്. അവർ നിന്റെ കൂടെ വന്ന് നിൽക്കുന്നതന്നെ നിന്റെ എനർജി കുടിച്ച് അവസാനം നിന്റെ ശരീരത്തിൽ കയറാൻ വേണ്ടി, നീ വിശ്വസിക്കാതെ ഇത് കുടിക്കുന്നൊക്കെ പറഞ്ഞ് ഇതാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒന്നും നമ്മുടെ നാന് ദേഷ്യം വരും കേട്ടോ. അപ്പം നാന് ഒരു നിർത്തുന്നു പറഞ്ഞിട്ടൊരു സൗണ്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ അവിടെ ഒരുമാതിരി പവർ പോലെ വന്നു പോകട്ടോ. എന്നിട്ടാണെങ്കിൽ ലേഡിയുടെ അടുത്ത് ചെല്ലുവാണ്. എന്നിട്ടാണെങ്കിൽ ആ ലേഡിയെ ഒരു ഇല്യൂഷൻ കാണിച്ചിട്ട് പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ ദേഷ്യത്തോടു കൂടി ഷിയയോട് ചോദിക്കുന്നത് നിനക്ക് എന്നെ വിശ്വാസം ഇല്ലാലേ എന്ന് ചോദിക്കുന്ന സമയത്തും അവളുടെ കയ്യിൽ കുറച്ച് കോഫി ബീൻസ് ഉണ്ട്. അതെടുത്ത് നേരെ ഷിയ വന്നിട്ട് ഇവൻ്റെ മേലെറിയുക. ഇവന് പെട്ടെന്ന് എന്തോ പറ്റുന്നുണ്ട്, ഇവൻ പെട്ടെന്ന് തളർന്ന് തറയിലേക്ക് അങ്ങ് വീണ് പോവുക കേട്ടോ. ആ സമയത്ത് ഷിയയ്ക്കും ഫ്രണ്ട് പെണ്ണ് എന്തോ പോലെ ഇതേയും ഇവൻ എന്തോ പറ്റിയെന്ന് അറിയത്തില്ലോ. ഇത്രയും നേരം ആ ലേഡി മന്ത്രമൊന്നും വെച്ചപ്പോൾ ഒന്നും ഇവനൊന്നും പറ്റി കാണത്തില്ല. അപ്പോൾ ഷിയ നേരെ ചെന്നിട്ട് ഇവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇവൻ പറയുകയാണ് നിനക്ക് ഞാൻ കാണുന്ന കാര്യങ്ങൾ നിനക്ക് കാണണമെന്ന് ചോദിച്ചിട്ട് നിന്റെ വിരൽ തരാൻ പറയാം. അപ്പോൾ ഷിയും വിരൽ കൊടുക്കുന്ന സമയത്ത് ഇവൻ്റെ വിരലുമായിട്ട് അവളുടെ വിരൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ആ പാസ്റ്റൽ മെമ്മറീസ് എല്ലാം ഷിയയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ആൻഷ്യൻ പീപ്പിൾ എത്രമാത്രം സാധാരണ ജനങ്ങൾ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈവിൾ സ്പിരിറ്റ്സ് ആണെന്നും പറഞ്ഞിട്ട് അതെല്ലാം കാണുന്ന സമയത്ത് ഷിയയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൻ വന്നൊരു ആൻഷ്യൻ പീപ്പിളാണ്, അല്ലാതെ ഇവനൊരു ഗോസ്റ്റ് അല്ല എന്ന് മനസ്സിലാവും. ഇപ്പോഴാണ് അവൾക്ക് ക്ലിയർ ആയിട്ട് ആ കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നത് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹമില്ലായിരുന്നു ഞാൻ ഇവിടെ നിന്ന് മറഞ്ഞു പോകണം, ഞാൻ ഇനി എന്നേക്കുമായിട്ട് മറഞ്ഞു പോകാൻ പറ്റുവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കിടക്കുന്ന സമയത്ത് ഷീ പറയണം അയ്യോ അങ്ങനെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ വേഗം എടുത്തിട്ട് ഇവന് എനർജി കിട്ടുന്ന ആ ഒരു മരം ഉണ്ടല്ലോ അങ്ങോട്ട് ചൊല്ലും. ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവള് വന്നപ്പോൾ ആ മരം ഒരുമാതിരി ഉണങ്ങി ആ ഒരു അവസ്ഥയല്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നിറയെ അതിനകത്ത് ഇലകളെല്ലാം വന്ന് നല്ല രൂപത്തിൽ നല്ല പച്ചച്ച് നിൽക്കുവാണ് ആ ഒരു മരം. അവിടെ ചെന്ന് കിടന്നിട്ട് ഇവന് എനർജി ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കണം ഇവനെ റീചാർജ് ചെയ്യാൻ നിന്നെ കൊണ്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഷിയ ഇവൻ്റെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ ഒരു വിധത്തിലും യാതൊരു കാര്യമില്ല. അപ്പം ഞാൻ പറയാണ് ഇതിനെന്താ വഴിയെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് ഇവളുടെ നെറ്റിയിൽ കയറി ഒരു കിസ് കൊടുക്കും കേട്ടോ. അതോടുകൂടി പെട്ടെന്ന് ഇവൻ്റെ മേൽ മാത്രമല്ല ആ ഒരു സ്പിരിച്വൽ എനർജി പാസ് ചെയ്യുന്നത്, അവിടെയുള്ള ആ മരത്തിൻ്റെ മേലും നീല കളറിൽ സ്പിരിച്വൽ എനർജി പാസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോഴാണെങ്കിൽ അവൻ അങ്ങനെ ഇൻവിസിബിൾ ആവാത്ത കുളത്തിലായി നോർമൽ ഒരു രൂപത്തിലായി, പക്ഷെ അവന് ക്ഷീണമുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് ഞാൻ കുറച്ച് നേരം ആ ഒരു മരപ്പെട്ടിയില്ലേ അതിനകത്ത് കിടന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ എനർജി തിരിച്ചു വരും, ഞാൻ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ അതിനകത്ത് കിടന്ന് കേട്ടോ. എന്നിട്ട് അങ്ങനെ അന്ന് രാത്രിയായി. അപ്പോൾ ഷിയ വന്നിട്ട് ഇരുന്നിട്ട് അവളുടെ ആ ഒരു ഡിസൈനിങ്ങിൻ്റെ വർക്ക്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തിരിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട് ഇവ എണീറ്റൊന്നും, പക്ഷേ യാതൊരു ലക്ഷണവും ഇല്ല. ലാസ്റ്റ് അവൾ ആ ഒരു ടേബിളിൻ്റെ പുറത്തുനിന്ന് കിടന്ന് ഉറങ്ങുവാണ്. പിറ്റേന്ന് രാവിലെ അവൾ എണീക്കുന്ന സമയത്താണെങ്കിൽ അവൾ ആകെ പെട്ടെന്ന് പേടിക്കും. കാരണം ഇവളുടെ മുന്നിൽ ഇങ്ങനെ കുനിഞ്ഞ് സോറി ചോദിക്കാനായിട്ട് വന്നിക്കും നാനി, പക്ഷേ ടോപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് അവൾ പേടിച്ചിട്ട് പറയണം ഇവളുടെ കയ്യിലൊരു തോർത്തിൻ്റെ കൊടുത്തിട്ട് മര്യാദയ്ക്ക് മറക്കി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ പറയാണ് സോറി എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കി, നീ ഇന്നലെ കോഫി ബീൻ എറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചെന്ന് ആ കാര്യം സംസാരിക്കാനായിട്ട് കട്ടിലിരിക്കുവാണ്. എന്നിട്ട് ഞാൻ പറയണേ ആക്ച്വലി ഞങ്ങളുടെ ആൻഷ്യൻ പീപ്പിളിന് ഒരു കാര്യമുണ്ട്, ചിലവർക്ക് വന്ന് അരിയായിരിക്കും വന്ന് അലർജി, ചിലർക്ക് വന്ന് ഉപ്പായിരിക്കും അലർജി, പക്ഷേ എൻ്റെ കാര്യം ഇച്ചിരി ഡിഫറെൻറ്റാണ്, എനിക്ക് കോഫി ബീൻസ് അലർജിയാന്ന് പറയുവാണ്. അപ്പോൾ ഷിയയ്ക്കും അതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഓരോ മനുഷ്യർക്കും ഒരു അലർജി, ഓരോ ആൻഷ്യൻ പീപ്പിൾക്കും ഒരു അലർജി. അപ്പോൾ എന്നിട്ട് ഷിയ പറയണം ഓക്കെ എനിക്ക് റൂംമേറ്റ് വേണമെന്നുണ്ടായിരുന്നു, ഇനി നിന്നെ ആക്കും, കാരണം നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. മാത്രമല്ല നീ അന്ന് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ ലോണൊക്കെ പകുതി അടയ്ക്കാമെന്ന്, അതിപ്പോഴും ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയാം അതിനെന്താ ഞാൻ അടച്ചോളാം, റൂംമേറ്റ് ആക്കി എടുക്കുമല്ലേ എന്ന് പറയും. എൻ്റെ കൂടെ പറയും ഓക്കെ നിൽക്കുന്നതിന് മുമ്പ് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതും കൂടി കേൾക്കാൻ പറയും. എന്നിട്ട് പറയും ഫസ്റ്റത്തെ കാര്യം ഇങ്ങനെ ടോപ്പ് ഇടാതെ നടക്കാനൊന്നും പറ്റത്തില്ല, വൃത്തിക്കും എടുപ്പിനും നടക്കുന്ന പെൺപിള്ളേരുണ്ട്. സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻവിസിബിൾ ആവാനോ അല്ലെങ്കിൽ ചുമര് വഴി പാസ് ചെയ്ത് വരാനോ ഈ വീടിനകത്ത് മാജിക് ഒന്നും യൂസ് ചെയ്തത് ഞാനുള്ളപ്പം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരാൾ കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കും, ഒരു ചെറുക്കനെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യിച്ചത്, ആരെങ്കിലും ചോദിച്ചാൽ പറ നീ ഒരു ഡിസൈനറാണ്, ഡിസൈനിങ് വർക്കിന് വേണ്ടി ടെമ്പററി ആയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്, അങ്ങനെ പറയാനേ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഓൾറെഡി ഫ്രണ്ട് പെണ്ണ് എണീറ്റ് അവിടെ കിടന്ന് കേട്ടോണ്ടിരിക്കുകയുള്ളൂ. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറയണം ഇനി എനിക്കൊരു കണ്ടീഷൻ ഉണ്ടെന്ന്. എന്നിട്ട് പറയാണ് നമ്മൾ ഷിയയ്ക്ക് സിംഗിൾ ആയിരിക്കണമെന്നാണ് ഭയങ്കര ആഗ്രഹം, പക്ഷെ നിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കോർത്ത് ഇണക്കി കപ്പിളാക്കി വിടണം,
ഇല്ലെങ്കിൽ നീ തന്നെ ആയാലും കുഴപ്പമില്ല, നീയല്ലേ പറഞ്ഞ 1000 വർഷത്തോളം ഇവൾക്ക് വേണ്ടി നീ വെയിറ്റ് ചെയ്യുവാന്ന്. അതാണെങ്കിൽ എനിക്ക് സീനില്ല, പക്ഷേ ഇവളിങ്ങനെ സിംഗിൾ ആയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷൻ ഫ്രണ്ട് പെണ്ണ് അങ്ങോട്ട് വെക്കുകടാ. മാത്രമല്ല അവർക്ക് ലേറ്റ് ആയതുകൊണ്ട് ഇനി പോകണം, അപ്പോൾ കാർ എടുത്ത് പോയേ പറ്റത്തുള്ളൂ. ആ സമയത്ത് ഷിയ പറയണം എങ്ങനെ കാർ എടുത്ത് പോകും, എൻ്റെ മണ്ടയിലാണെങ്കിൽ ഉൾക്ക് വീണ്, അതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയത്തില്ലെന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയണം അതിനിപ്പോൾ എന്തുവാ, ഞാനത് ഓൾറെഡി റിപ്പയർ ഒക്കെ മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്, നമുക്ക് പോകാമെന്ന് പറയാം. ഞാൻ പറയണം ഞാൻ കൂടി വന്നോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവർ ചോദിക്കാം നീ എങ്ങനെ വരുന്നേ, നീ വന്നു കഴിഞ്ഞാൽ നീയല്ലേ പറഞ്ഞ ഈ വീഡിയോ ഇട്ട് പുറത്ത് വരാൻ പറ്റത്തില്ലെന്നും. അപ്പോൾ ഞാൻ പറയാം എനിക്കിന്നലെ ആവശ്യത്തിൽ കൂടുതൽ സ്പിരിച്വൽ എനർജി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് വരുന്നെങ്കിലും വരാമെന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് ഇവർ 3 പേരും കൂടിയാണ് കാറിൽ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പെണ്ണാണെങ്കിൽ നമ്മൾ ഞാൻ നല്ലപോലെ പോഴുത്തുണ്ട്, കാരണം അവനിപ്പോൾ ഒരു 1000 വർഷത്തോളം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് പഠിക്കാൻ പറ്റുന്ന മാക്സിമം പണികളും വീട്ടിലെ ജോലിയെല്ലാം ഇവൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാറ് വരെ റിപ്പയർ ചെയ്യാൻ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ബോറടിക്കാതിരിക്കാൻ ഇതൊക്കെ ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ട് ഇവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇവരിങ്ങനെ സംസാരിച്ച് വരുമ്പോഴും നമ്മൾ ഷിയ ഫ്രണ്ട് സീറ്റിൽ നിന്ന് കാർ ഓടിച്ചുകൊണ്ട് ഇവനെ തന്നെയാണ് നോക്കി നോക്കി വരുന്നത്. ഈ ഒരു സീനോട് കൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.